ഫൈസൽ നെടുമ്പാല ചെയ്യുന്നുണ്ട് സംഭവ സ്ഥലത്ത് നിന്ന്. ഫൈസൽ, എന്താണ് അവിടുത്തെ കാഴ്ച? ജീന, നമ്മൾ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവിടെ കടന്നു പോകുന്നത്. ചെറിയതല്ല, വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായും ഒരു പ്രദേശം ഒറ്റപ്പെട്ട് കിടക്കുന്നു. മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള ഒരു ഭാഗത്തില്ല, പൂർണ്ണമായും പ്രധാന റോഡ് ഇടിച്ച് തകർത്ത് പാലം ഉൾപ്പെടെ തകർന്നു. അത് മാത്രമല്ല, ഇവിടെ ഭാഗത്തെ പല വീടുകളും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഈ കള്ളാടി പാലത്തിന് തൊട്ട് താഴ്ഭാഗത്തുള്ള ഈ വീട് ഉൾപ്പെടെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട്. പല ആളുകളും ഉള്ളിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ എന്താ സംഭവിച്ചത്? പെട്ടെന്നാണ് ഫോൺ വന്ന് ഞങ്ങൾ വന്ന് നോക്കുന്നത്. വന്ന സമയത്ത് തന്നെ ഇതേ അവസ്ഥയിലാണുള്ളത്. ഒരുപാട് ആളുകൾ ഇതിന്റെ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത്. പണിക്കാരുണ്ട്, പിന്നെ വാഹനം കടന്നു പോകുന്ന റോഡാണ്. അപ്പോൾ ദുരന്തത്തിന്റെ ആഴം കുറയട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന്റെ അവസ്ഥ കണ്ടാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരെങ്കിലും പെട്ടതായിട്ട് എങ്ങനെ? ഇല്ലല്ല. എത്ര ആളുണ്ട് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. ഒരുപാട് പണിക്കാരവിടെ ഉണ്ടായിരുന്നു. എത്ര 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ടു ഞങ്ങള്. 2-3 ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ട്. അറിയില്ല വ്യക്തമായിട്ട് അറിയില്ല. ബസ് സ്റ്റോപ്പിൽ ആ ബസ്സിന്റെ അടുത്തൊക്കെ ആള്, ബസ് സ്റ്റോപ്പിൽ ആ ഭാഗത്തൊക്കെ ആളുണ്ടായിരുന്നു. ഇവിടെ പീഡിയക്കാരൻ നിൽക്കുമ്പോൾ അവിടെ ആളുണ്ട്. തൊഴിലാളികൾ പറഞ്ഞു 10-15 ആൾക്കാർ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാ തൊഴിലാളികൾ പറയുന്നത്. ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ പറയുന്നത് 15 ആൾക്കാരോളം ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ജിന, ഇവിടെ നമ്മൾ ഈ കാണുന്ന പാലത്തിനോട് തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. മേപ്പാടിയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പ് ആയിരുന്നു. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള സൂചനയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഏകദേശം 15ഓളം തൊഴിലാളികൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയം കൂടെയുള്ള തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി വീടുകൾക്കുൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായും വീടുകൾ തകർന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ പാലത്തിനോട് തൊട്ട് ചേർന്നുള്ള ഒരു വീടാണ്. ആൾ താമസം ഉണ്ടായിരുന്ന ഒരു വീട് തന്നെയാണ്. ആ വീട് പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാം. ഇനി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് വ്യക്തമാവേണ്ട. അത്തരത്തിലൊരു വ്യക്തതയൊന്നും ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു, പണിക്കാരുണ്ടായിരുന്നു ഫുള്ളായിട്ട്. ആ കടയിലും ആളുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിൽ എന്നാണ് പറഞ്ഞേക്കണേ. പണി നടന്നു നോക്കുമ്പോ നല്ല മഴയായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ ഒരാളെ പോയി എടുത്തുകൊണ്ടായി മെച്ചായിട്ട് കാണുന്നത്. കുറെ ആൾക്കാരെ കാലൊടിഞ്ഞിട്ട് വണ്ടി കെട്ടിക്കുന്നത്, അതിന്റെ വണ്ടി കെട്ടിക്കൊണ്ടത് 3 ആളെ കൊണ്ടുപോയി. കുറെ ആൾക്കാർ മണ്ണിന്റെ അടിയിലുണ്ട്. അത് അല്ല മലയാളക്കാരല്ല, അത് പണിക്കാരാണ്. ബംഗാളിലാണ്. ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു, ചെറിയൊരു പള്ളി ഇപ്പോൾ കാണാനില്ല. ആ വീടിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജിന, ഏകദേശം 3 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തി പുറത്തെത്തിച്ചിട്ടുള്ളത്. എന്തായാലും ആ ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ വ്യക്തതയില്ല. ആ ആളുകൾ പണിക്കാരാണ്, ഇവിടുത്തെ തൊഴിലാളികളാണ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ബാക്കി ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒക്കെ വ്യക്തത ഇനി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് പൂർണ്ണമായും വലിയൊരു ജനവാസ മേഖല, ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ്. വലിയ ഒരു ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് സമീപം മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നു. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഫൈസൽ നെടുമ്പാല നൽകുന്ന വിവരം. 3 പേരെ ഇതുവരെ രക്ഷിച്ച് പുറത്തെത്തിച്ചിട്ടുണ്ട്. വലിയ അപകടമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു വീട് പൂർണ്ണമായും തകർന്നു കാണാം. അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പള്ളി ഒലിച്ചുപോയി എന്നാണ് പറയുന്നത്. മണ്ണിനടിയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമാണ് ഫൈസൽ നെടുമ്പാല നൽകുന്നത്.